IPLൽ ചെന്നൈയുടെ 4-ാം റൗണ്ട് പോരാട്ടം തുടങ്ങുന്നതിന് മുൻപ് ഒരാഴ്ചയോളം ബ്രേക്ക് ലഭിച്ചപ്പോൾ ടീം വിട്ടിരിക്കുകയാണ് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ. ടീമും താനും കടുത്ത സമ്മർദ്ദത്തിൽ നിൽക്കവേ അല്പം റിലാക്സ് ചെയ്യാവുന്നതിന് വേണ്ടിയാണ് സഞ്ജു സ്വന്തം നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. ശനിയാഴ്ച ചെപ്പോക്കിൽ ഡൽഹിയോടാണ് അടുത്ത മത്സരം നടക്കാനായിട്ട് പോകുന്നത്. തുടർച്ചയായി 3 തോൽവികൾ ഏറ്റതിന് ശേഷം ചെന്നൈ സൂപ്പർ കിങ്സ് പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈയൊരു മത്സരം ജയിച്ചിട്ട് വിജയപാതയിലേക്ക് തിരിച്ചു വരാനും അടുത്തുള്ള മത്സരങ്ങൾ വിജയിക്കാനായിട്ടുള്ള ഒരു നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാനുമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വരാൻ പോകുന്ന മത്സരത്തിൽ ഒരുപാട് മാറ്റങ്ങളോടുകൂടിയിട്ട് ഇറങ്ങാനായിട്ട് പോകുന്ന കാര്യം കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ മെയിനായിട്ട് നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് പൊസിഷനിൽ വരെ ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ള തീരുമാനങ്ങൾ വരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മെയിനായിട്ടും പറയുന്ന കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കൻ വെടിക്കെട്ട് ബാറ്റ്സ്മാനായിട്ടുള്ള ഡുവാൾഡ് ബ്രെവിസ് ടീമിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. കൂടാതെ ഈ കഴിഞ്ഞ പ്രാക്ടീസ് സെക്ഷനുകളിലെല്ലാം MS ധോണി പ്രാക്ടീസിനായിട്ട് ടീമിൽ കൂടെ ചേർന്നു എന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ള വേറൊരു കാര്യം വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ മത്സരങ്ങളിലായിട്ട് അദ്ദേഹം പ്രാക്ടീസ് സെക്ഷനുകളിലൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് 2 ആഴ്ചത്തെ തുടർന്നുള്ള റെസ്റ്റ് വേണം എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത മത്സരങ്ങളിൽ അദ്ദേഹം കളിക്കാൻ ഇറങ്ങും എന്നുള്ളതിനൊരു തെളിവ് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പ്രാക്ടീസ് സെക്ഷനുകളിലൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും അടുത്ത മത്സരങ്ങളിൽ മിഡിൽ ഓർഡർ കുറച്ച് സ്ട്രോങ് ആകുന്നതിന് വേണ്ടിയിട്ട് എന്തായാലും ഡുവാൾഡ് ബ്രെവിസിൻ്റെ ആ ഒരു തിരിച്ചുവരവ് എന്തായാലും സാധിക്കുമെന്ന് തോന്നുന്നുണ്ട് അതുമാത്രമല്ല, ഓപ്പണിംഗ് സ്ഥാനത്ത് ഇറങ്ങുന്ന മലയാളി താരം സഞ്ജു സാംസൺ അദ്ദേഹത്തിൻ്റെ പഴയ ഫോമിലേക്ക് തിരിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ തന്നെ ചെന്നൈ ടീമിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹം തുടർന്നുള്ള ഫോമോട്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പഞ്ചാബുമായിട്ടുള്ള കളി 7 റണ്ണും ബാംഗ്ലൂരുമായിട്ടുള്ള കളി 9 റണ്ണും അദ്ദേഹത്തിൻ്റെ മുൻ ടീമായിട്ടുള്ള രാജസ്ഥാൻ റോയൽസുമായിട്ട് വെറും 6 റൺസ് എടുത്തിട്ട് അദ്ദേഹം ക്ലീൻ ബൗൾഡായിട്ട് ഔട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മോശം പ്രകടനം മുൻനിർത്തിയിട്ട് ഇനി അടുത്തുള്ള മത്സരങ്ങൾ അദ്ദേഹം നല്ല രീതിയിൽ കളിച്ച് തിരിച്ചു വരാനായിട്ട് പോകുന്നത്